Hello guys! അപ്പോൾ ഇന്ന് നമ്മൾ ഹംഗറിയിൽ രണ്ടാമത്തെ ദിവസമാണ്. ആദ്യ ദിവസം നമ്മൾ ഫുട്ബോൾ മാച്ച് കണ്ടു, റൊണാൾഡോനെ കണ്ട് അടിച്ചു പൊളിച്ചു, ആ ദിവസം എൻജോയ് ചെയ്തു. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസം ഹംഗറിയിൽ തന്നെ നമുക്ക് കുറച്ച് ഇവിടുത്തെ ആക്ടിവിറ്റികളും അതുപോലെ ഇവിടെ കാണാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പറ്റുന്ന അങ്ങനെ ഒരു എൻജോയ്മെൻറ്റിനാണ് നമ്മളിന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് മെയിനായിട്ട് ഇവിടെയുള്ള കാര്യങ്ങളിൽ ഒന്നാണ് ഇവിടുത്തെ ഒരു റിവർ റൈഡ്, അതായത് ഒരു ബസ് നേരെ റോഡിൽ നിന്ന് വെള്ളത്തിൽ കൂടി പോയിട്ട് പിന്നെയും അങ്ങനെ കറങ്ങി വരുന്നത്, അതായത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു തെർമൽ ബാത്ത് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതുപോലത്തെ ഇവിടുത്തെ മെയിനായിട്ടുള്ള പാർലമെൻറ്റ്, അങ്ങനെ കുറച്ച് ബിൽഡിങ്ങുകൾ, അങ്ങനെ സംഭവങ്ങളൊക്കെ നമുക്കിത് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നേക്കുന്നത് തന്നെ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ആ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് കൂടി അമർത്തി കഴിഞ്ഞാൽ എല്ലാം അടിപൊളിയാവും. അപ്പോൾ ആ ഒരു ഇന്നത്തെ ഒരു ദിവസത്തെ വൈബിലേക്ക് എല്ലാവരും നമ്മൾ സ്വാഗതം ചെയ്യണം. അപ്പോൾ ഗൈസ്, നമുക്ക് പോകാനുള്ള ഒരു ബസ് വന്നിരിക്കുകയാണ്. അതിൻ്റെ ഷേപ്പ് തന്നെ കണ്ടറിയാം. ആ ഒരു ബോട്ടിൻ്റെ പോലെ രണ്ട് രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് നമ്മൾ കയറും. പിന്നെ ഇതിൻ്റെ അകത്തുകൂടി നമ്മൾ പോകുന്നതും എല്ലാം നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു വിഷ്വൽ കൂടി കണ്ടിട്ട് നമുക്കൊന്ന് ബാക്കിയാവും. അപ്പോൾ നമ്മൾ സാനിറ്റൈസ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ അകത്തേക്ക് കയറാണ്. ഇനി നമ്മൾ ബസ്സിൻ്റെ അകത്തുനിന്നുള്ള ബാക്കി പരിപാടി കാണാം. ബസ്സിൻ്റെ അകത്ത് കയറി അപ്പോൾ ഫ്രണ്ടിൽ തന്നെ സീറ്റ് പിടിച്ചു. നമുക്കിപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ആ ബോട്ട് ഇറങ്ങും, വെള്ളത്തിലേക്ക് ഇറങ്ങാനൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ബസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമലി നമ്മുടെ ഒരു സാധാ ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഒക്കെ അനുസരിച്ചുള്ള സീറ്റൊക്കെ പോയിട്ട് സെറ്റപ്പ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റേതാണല്ലോ, വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ഒരു ബസ് ഒരു വെറൈറ്റി ബസ്സാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇത് കാഴ്ചയോട് കാണാനുള്ളതുകൊണ്ട് നമുക്കിന്ന് ബാക്കി ഇനി ഫ്രണ്ടിൽ തന്നെ ഇരുന്നിട്ട് അതൊക്കെ എൻജോയ് ചെയ്യാം, എല്ലാം സെറ്റായിട്ട് കാണാം. അപ്പോൾ നമ്മൾ പോവുകയാണ്, വണ്ടി ഇവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ തരാനായിട്ട് ഇവിടെ തന്നെ നമുക്ക് ഹെഡ്സെറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ സംഭവം, ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ബാക്കി അവിടെ ഇൻസ്ട്രക്ടർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളത് കാണാം. So at the beginning, just take sightseeing tour on the first side. It takes about 25-30 minutes, and after it's coming up your most waited moment, the splash into the river, into the Danube. And finally, approximately 1.5 hours later, our tour and here the station is planning now departure point. In the top, we have an audio guide system, and we have many channels, and you can use your language. If you need some help, I help you. Make it yourself comfortable and enjoy the ride. അപ്പോൾ നമ്മുടെ ബസ് അവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ തുടക്കം തന്നെ നമുക്കൊരു ഹെഡ്ഫോണൊക്കെ തന്നു, അതായത് എന്താണ് ഈ സൈറ്റ് സീയിങ്ങിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ഒരു നല്ല മ്യൂസിക്കൊക്കെ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ, എങ്ങനെയാണ് ഇതിൻ്റെ യാത്ര, ഏതൊക്കെ സിറ്റി കൂടിയാണ് പോണത്, എത്ര നേരം ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ നമുക്ക് പറഞ്ഞു തന്നത്. പിന്നെ നമ്മുടെ ഇൻസ്ട്രക്ടറിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇൻസ്ട്രക്ടർ നമുക്ക് ഈ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. 3-4 ഭാഷയിലൊക്കെ സംസാരിച്ചു. അപ്പോൾ ഈ എന്തൊക്കെ ഹെൽപ്പ് വേണമെങ്കിലും ചെയ്തു തരാമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ റോട്ടിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഫ്രണ്ടിൽ ഈ സിറ്റിയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സിറ്റിയുടെ ഫ്രണ്ടിൽ കൂടി നമ്മളിങ്ങനെ കറങ്ങി ഈ സിറ്റി ടൂറൊക്കെ കണ്ട് നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി ആ ഒരു വാട്ടർ റൈഡും എല്ലാം കൂടി എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന ടൈമായപ്പോഴേക്കും റോഡിൽ കൂടി ഓടിച്ച ആളല്ല, ആൾ മാറി പുതിയ ഡ്രൈവറായി. അപ്പോൾ ഈ ഡ്രൈവറാണ്, ആൾ മാറിയേണ്ട ആളാണെങ്കിൽ വെള്ളത്തിൽ കൂടി ഓടിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു മൊമെൻ്റ് എൻജോയ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ ബസ് നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങും. അപ്പോൾ ഇതിൻ്റെ കുറേ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. എങ്ങനെ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ഹെഡ്സെറ്റിലൂടെ ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നുണ്ട്. അതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അധികം റിസ്ക് ഇല്ലാത്ത ഒന്നാണ്, വളരെ സേഫായിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ്. അപ്പോൾ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും.
അങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങിയൊക്കെയാണ് നമ്മൾ. ഇത് ശരിക്കും ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആണ്. അതായത് ആ കരയിൽ ഒരു ബസ് നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഫുള്ള് ആ വെള്ളത്തിൻ്റെ ഒരു ഓളം മൊത്തം മറ്റേ ഫ്രണ്ടിലെ ഗ്ലാസ്സിലേക്കൊക്കെ അടിച്ചു പോകും. ഒരുമാതിരി ഇതൊക്കെ വെച്ചാൽ ശരിക്കും സന്തോഷം തന്നെ ഒരു മൊമെൻ്റാണ്. നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് കാരണം ഇതൊന്നും അധികം എങ്ങുമില്ല. വളരെ തുച്ഛമായിട്ട് നമ്മളൊക്കെ മലയാളികൾക്ക് അത് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ക്രിസ്ത്യൻ ബ്രദേഴ്സ് സിനിമയിൽ ആ ദിലീപിൻ്റെ ഒരു പാട്ടിലാണ് നമ്മളത് കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു ഇത് ഹംഗറിയിലുണ്ട്. അതൊക്കെ കാണാനും പറ്റി, എൻജോയ് ചെയ്യാനും പറ്റുന്നു. നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ബസ് വെള്ളത്തിൽ കൂടി ഓടുന്നു. അങ്ങനെ ഒരു കാഴ്ചയും ആ ഒരു വിഷ്വലും എല്ലാം നമ്മൾ കണ്ട് അടിപൊളിയായിട്ടാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക ഫീലാണ്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്കും കാണാൻ സാധിക്കും. നമ്മൾ ഈ വിഷ്വലിൽ കൂടി നിങ്ങളെ കാണിക്കും. നിങ്ങൾ കണ്ടോളൂ. ഇപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു ഐലൻഡാണ്. മാർഗരീത്ത ഐലൻഡ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു ഓഡിയോ ഇതിൽ കൂടി നമുക്ക് എല്ലാം കേൾക്കാൻ സാധിക്കുന്നത്. അവർ പറഞ്ഞു തരുന്നത് കറക്റ്റ് GPS വെച്ചിട്ട് ലൈവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. നമ്മൾ ഓൺ സ്പോട്ടിൽ ഏത് ലൊക്കേഷനിലാണ്, ആ ലൊക്കേഷൻ്റെ പ്രത്യേകതകളും ആ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് അവർ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഭയങ്കര രസമാണ് അത് കേട്ടിരിക്കാനും നമുക്കൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ യാത്ര ചെയ്യാനും. റിവർ റൈഡ് ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഏരിയ കൂടിയൊക്കെ കറങ്ങി നമ്മളങ്ങനെ റൗണ്ട് ചെയ്ത് തിരിച്ച് നമ്മൾ ഇറങ്ങി അതേ വശത്തോട് തന്നെയാണ് തിരിച്ച് കയറുന്നത്. സെയിം ഇറങ്ങിയ വഴി കൂടി തന്നെ ഈ ഒരു വെള്ളത്തിൻ്റെ നേരെ കരയിലേക്ക്, അതായത് വെള്ളത്തിൻ്റെ ഒരു ബോട്ട് കരയിലേക്ക് കാണുന്ന ഒരു അടിപൊളി വിഷ്വൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. നമ്മുടെ കയറി നമ്മൾ കറങ്ങി നമ്മൾ എവിടെ നിന്നാണ് ഈ ഒരു റൈഡ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ തിരിച്ചെത്തും. വളരെ സേഫായിട്ടുള്ള, വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന റൈഡ് തന്നെയാണ്. നമുക്ക് വെള്ളത്തിൽ കൂടി ഈ ബുദാപെസ്റ്റ് സിറ്റിയിലെ മെയിൻ സംഭവങ്ങളൊക്കെ അറിയാൻ പറ്റും. കുറേ അവിടുത്തെ ലാൻഡ്മാർക്ക് കുറേ സംഭവങ്ങൾ അതൊക്കെ അവർ നമുക്ക് ഈ ഓഡിയോ ഇതിൽ കൂടി നമുക്ക് പറഞ്ഞു തരും. ഈ പറഞ്ഞ ഐലൻഡ് ഉണ്ട്, അതുപോലെ തന്നെ പാർലമെൻറ്റ് ഉണ്ട്, അതെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരെ കയറാൻ പോവുകയാണ്. ഇപ്പോൾ ഡ്രൈവറും മാറിയാണ് അതിൻ്റെ ഇടയിൽ. അപ്പോൾ വെള്ളത്തിൽ കൂടി ഓടിക്കുന്ന ഒരാളും അതുപോലെ തന്നെ കരയിൽ ഓടിക്കുന്നത് വേറൊരാളുമാണ്. അപ്പോൾ അവർ ചേഞ്ച് ചെയ്തു. എന്നിട്ട് വെള്ളത്തിൻ്റെ നേരെ കരയിലേക്ക് ചെടി ഓടിക്കുന്നതാണ്. അപ്പോൾ അത് കാണാം. ആ വെള്ളത്തിലത്തെ റൈഡൊക്കെ കഴിഞ്ഞ് കയറി നമ്മളിപ്പോൾ കരയിലെത്തേക്കാണ്. ഇപ്പോൾ വീണ്ടും റോഡിൽ കൂടിയാണ് നമ്മൾ നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് പോവുകയാണ്. ഇതൊരു വളരെ സൂപ്പറായിട്ടുള്ള റൈഡായിരുന്നു. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള, ഇതുവരെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത ഇപ്പോൾ ചെയ്യാൻ പറ്റിയ ഒരു കിട്ടുന്ന സാധനം. അങ്ങനെ ഇതിപ്പോൾ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് തിരിച്ച് യാത്രയിലാണ്. അപ്പോൾ അവിടെ റൈഡൊക്കെ അവസാനിച്ചു. ഒരു വളരെ ഫ്ലൈറ്റിൻ്റെ മറ്റേ ഇതൊക്കെ പോലെ നല്ല രസമുണ്ട് കാണാനായിട്ട്. നോർമൽ ബസ് പോലെയല്ല, അത് അത്ര ടൈറ്റായിട്ട് ഇരിക്കാനായിരിക്കും. വാട്ടർ റൈഡൊക്കെ ആയതുകൊണ്ടായിരിക്കും. നേരെ നമ്മുടെ റൈഡ് ഇവിടെ തീർന്നു പോയി. നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കപ്പോൾ ഇനി തമിഴ് ഭാഗത്തുണ്ട്, നമുക്കതുപോലെ പാർലമെൻറ്റ് വിസിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ് ആദ്യം ഈസി ടു ആക്സസ് എന്ന് വെച്ചാൽ നമ്മൾ അതിലേക്ക് ആദ്യം പോകും. അപ്പോൾ നമുക്ക് ഇനി എന്താണെന്ന് വെച്ചാൽ ഇത് പോയി കാണാം.
അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആ ഒരു വാട്ടർ ബോട്ടിൻ്റെ ആ ഒരു ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇതാണ് തെർമൽ ബാത്ത്. ഇത് യൂറോപ്പിൽ തന്നെ ഒരു ഫേമസ് ഒരു സംഭവമാണ്, ഒരു ആയുർവേദിക് ബാത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്കിവിടെ ഈ വെള്ളത്തിൽ ഒരുപാട് എൻജോയ് ചെയ്യാം. കുറേ ആളുകളുണ്ട് ഇവിടെയുള്ള എല്ലാ ടൂറിസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ മെയിൻ അട്രാക്റ്റീവ് സ്പോട്ടുകളിലൊന്നാണ്. അപ്പോൾ നമ്മൾ ഇനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇവിടുത്തെ പൂളിലുള്ള കുളിക്കാൻ നമുക്ക്, പിന്നെ അതുപോലെ നമുക്ക് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ബാക്കിയൊക്കെ ഇനി അവിടുത്തെ കുറേ വാട്ടറിൻ്റെ അണ്ടറിലുള്ള വാട്ടർ ഷൂട്ടേജൊക്കെ നമുക്ക് വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറച്ച് ഷൂട്ടേജ് കൂടി എടുത്ത് നമുക്ക് അതൊക്കെ കാണാം. പിന്നെ നമുക്ക് അതിലേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലായിരുന്നു നമ്മൾ ആദ്യം പോയത്. അത് നല്ല കൂളായിട്ടുള്ള വാട്ടർ ആയിരുന്നു. പക്ഷേ ഇവിടെ റൈറ്റ് സൈഡിലേക്ക് നമ്മളൊന്ന് മാറി നോക്കിയപ്പോൾ ഇവിടെ നല്ല ചൂടുവെള്ളമാണ്. അതായത് 30 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ. ഇത് അടിപൊളിയാണ്. അതായത് നമുക്ക് ഇത് നോർമൽ ഒരു പൂള് പോലെയല്ല. അതായത് ഇതൊരു ശരിക്കും ഒരു ആയുർവേദിക് തെർമൽ ബാത്ത് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. നമുക്ക് ഈ വെള്ളത്തിൻ്റെ ഒരു ഇതും എല്ലാം കൊണ്ട് കാണാം. അതുകൊണ്ടാണ് നല്ല ക്രൗഡാണ്. കുറേ ആളുകൾ വരുന്നുണ്ട് ഇവിടെ. സ്ഥിരം വരുന്ന ടൂറിസ്റ്റുകളും വരുന്നുണ്ട്. ഇവിടെ ഉള്ള സാധാരണക്കാരും ലോക്കൽസും വരുന്നുണ്ടെന്നാണ് നമുക്ക് ഈ ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ഭയങ്കര നല്ലൊരു ഇതാണ് ഹെൽത്തിന്, നമ്മുടെ ഹെൽത്തിന് നല്ല എന്തെങ്കിലുമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു കാര്യം ഇവരിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം ഈ ഒരു ചൂടുവെള്ളത്തിൻ്റെ ആ ഒരു ഇതിലും ഒന്ന് എൻജോയ് ചെയ്യാം. കാരണം ഇതൊരു തണുത്ത വെള്ളമാണ് ഇതിൽ കൂടി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ചൂടുവെള്ളത്തിൽ നമുക്ക് തല നനക്കൽ അത്രയ്ക്ക് ഹെൽത്തി അല്ല. അതുകൊണ്ട് പകരം തല വാഷ് ചെയ്യാനായിട്ട്, ഹെഡ് വാഷ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ വേറെ ഒരു ഫൗണ്ടൈൻ പോലത്തെ സാധനം സെറ്റ് ചെയ്ത് അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ തെറിക്കുന്നുണ്ട്. അടിപൊളിയാണ്. അത് നല്ല തണുത്ത വെള്ളമാണ് വരുന്നത്. തെർമൽ ബാത്തൊക്കെ ഇവിടെ കഴിഞ്ഞു. നമ്മളൊരു 2.5 ഹവേഴ്സോളം നമ്മളിവിടെ ഉണ്ടായിരുന്നു. നമുക്ക് കുറേ പേരുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ പോർച്ചുഗീസ് ഫ്രണ്ട്സിനെ കണ്ടു. കാരണം കൂടുതൽ ടൂറിസ്റ്റുകളായിരുന്നു, ലോക്കൽസ് ഉണ്ടായിരുന്നു. സൗത്ത് ആഫ്രിക്ക എന്നുള്ള ഫ്രണ്ട്സിനെ കണ്ടു, പിന്നെ ഇന്ത്യ എന്നുള്ളവരുണ്ടായിരുന്നു. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് ഇവിടെ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. നമുക്ക് നല്ല സ്ഥലത്ത് പോയി ഫുഡ് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് കാരണം പാർലമെൻറ്റിൽ പോകണം. അവിടുത്തെ നൈറ്റ് വ്യൂ വളരെ അടിപൊളിയാണ്. അവിടെ ലൈറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും. അതൊക്കെയാണ് ഇന്നത്തെ അവിടെ ഇതിനുള്ള ആക്ടിവിറ്റീസ്. ഓക്കെ, വരും. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ അവസാനത്തെ ഫൈനൽ ഡെസ്റ്റിനേഷനായിട്ടുള്ള ബുദാപെസ്റ്റിലെ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ അവിടെ എത്തി. അവിടുത്തെ അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടുത്തെ ബുഡാപെസ്റ്റിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടുത്തെ ഒരു നൈറ്റ് വ്യൂ. അതുകൊണ്ടാണ് നമ്മൾ പകൽ മെയിനായിട്ട് ആ ഒരു പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഫ്രണ്ടിൽ പോകാതെ ഇരുന്നത്. അതായത് 1902 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞത്. ഇത് ഹൗസ് ഓഫ് ബുഡാപെസ്റ്റ്, അങ്ങനെയാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ. ഇവിടുത്തെ ഹംഗറിയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ബിൽഡിംഗ് ആണിത്. അതുമാത്രമല്ല ഇത് ഭയങ്കര ആർക്കിടെക്റ്റാണ്. ഭയങ്കര രസമാണ് കാണാനായിട്ട്. പ്രത്യേകിച്ച് ഈ രാത്രി അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു റിവറുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളൊരു വാക്ക് വേയിലിരുന്നാണ് നമുക്കിതിൻ്റെ ഏറ്റവും നല്ല വ്യൂ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഒരു സൺസെറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിങ്ങനെ വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ചെറിയൊരു കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഈ ഒരു വിഷ്വൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ അതുകൊണ്ടാണ് ഈ സമയത്ത് എത്തിയത്, അവസാനത്തെ കാഴ്ച ഇതാക്കിയതും. അപ്പോൾ ഇനിയിപ്പോൾ ഫാസിൽ ഇതിൻ്റെ നല്ല വിഷ്വൽസൊക്കെ നിങ്ങളെ കാണിച്ചിരുന്നു. നിങ്ങൾ ഇനി അത് കാണുക.
ഹംഗറിയിലെ ബുഡാപെസ്റ്റിലുള്ള ആ ഒരു വിഷ്വൽസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സമയക്കുറവുകൊണ്ട് മൂലം നമുക്ക് അധികം ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ വേറൊരു ദിവസം അല്ലെങ്കിൽ വേറൊരു കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ വീണ്ടും വരും. ഇവിടുത്തെ എല്ലാ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരും. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഓസ്ട്രേലിയയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നാളെ ഇനി അവിടുത്തെ കൂടുതൽ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ രാവിലെ നമുക്ക് പാക്ക് ചെയ്ത് പോകണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ആ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടെ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പർ ആവാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.